തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ചിത്രം ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. ആകെ 1,54,547 നാമനിർദ്ദേശ പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയിൽ അംഗീകരിച്ചത്. നിലവിൽ 1,07,211 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ടതിന്റെ സമയം പൂർത്തിയാകുമ്പോൾ മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ചിത്രം വ്യക്തമാകും എന്നുള്ളതാണ്. ഷീജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. യെസ് ഷീജ, എന്തായാലും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. നമുക്കറിയാം ഇന്നത്തോടുകൂടി നമുക്കറിയാം ആ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. കുറേ ആളുകളുടെയൊക്കെ പത്രിക തള്ളിപ്പോയപ്പോഴൊക്കെ തന്നെ ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞതാണ്. ഇന്നിപ്പോൾ അവസാന തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ളത്. എന്തായാലും ഇതോടുകൂടി ഇന്നിപ്പോൾ ഏകദേശം 3 മണിയോടുകൂടി നമുക്ക് വ്യക്തമായൊരു ചിത്രം ലഭിക്കുമെന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണം ശക്തമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ് ഭദ്ര. തീർച്ചയായും അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥാനാർത്ഥികളായിരിക്കും മത്സര രംഗത്തുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചിത്രം ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും, അത് ഏകദേശം വൈകിട്ടാകും അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരാൻ. പക്ഷേ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള ദിവസം, അത് അവസാന ദിവസം ഇന്നാണ്. ഇന്ന് 3 മണിയോടുകൂടി അതിൻ്റെ സമയപരിധി അവസാനിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ടാണ് നാമനിർദ്ദേശ പത്രികകൾ നൽകിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ പിൻവലിക്കേണ്ടത്. നിലവിലേതായാലും സൂക്ഷ്മ പരിശോധന കഴിയുമ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 1,54,547 നാമനിർദ്ദേശ പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയിൽ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിൽ നിലവിൽ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 1,07,211 പേരാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. ഇതിൽ തന്നെ പലയിടങ്ങളിലും BJPക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഒക്കെ വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. അത് BJPയിലും കോൺഗ്രസിലും എന്നുള്ളത് മാത്രമല്ല, മുന്നണിയിൽ തന്നെ അതായത് UDFലും NDAയിലും പലയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികളടക്കം രംഗത്തുണ്ട്. അപ്പോൾ ഈ വിമത സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമ്മർദ്ദം അവർ സ്ഥാനാർത്ഥികൾക്ക് മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ നിർണായകം തന്നെയായിരിക്കും. കാരണം അവരൊക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും കൃത്യമായിട്ടുള്ളൊരു ചിത്രം വൈകിട്ടോടുകൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആരൊക്കെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് വൈകിട്ടോടുകൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 14 ജില്ലകളിലുമായി ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ 3 മണി വരെയുള്ളൊരു സമയപരിധി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ നിലവിൽ സ്ഥാനാർത്ഥികൾ, മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രചരണവുമായി രംഗത്തുണ്ട്. പ്രചരണം ആവേശകരമായി മുന്നോട്ട് പോകുക തന്നെയാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണ് പലയിടങ്ങളിലും ഉള്ളത്. പക്ഷേ അതിനെ ഒന്നും കൂസാതെ രാവിലെ മുതൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമായി ഇറങ്ങുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ ഈ പ്രചരണ രംഗത്തെ കാര്യം എടുത്തു പറയുമ്പോൾ LDF വലിയ രീതിയിൽ ഒരു മേൽക്കൈ പ്രചരണ രംഗത്ത് നേടിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തി തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ലാപ്പ് പ്രചരണം കൃത്യമായ രീതിയിൽ തന്നെ എല്ലാ വീടുകളും കയറി ഇറങ്ങിയുള്ളൊരു പ്രചരണം അത് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും കൺവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ആവേശം ആ ആവേശം ഇരട്ടിയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി കൂടി അവസാനിക്കുന്നത്. ഏതായാലും അതിൽ നമുക്ക് വൈകിട്ടോടുകൂടിയായിരിക്കും മത്സര രംഗത്ത് എത്ര സ്ഥാനാർത്ഥികൾ കൃത്യമായി ഉണ്ട് എന്നതിൽ ഒരു വ്യക്തത ലഭിക്കുക. അത് വൈകിട്ട് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുന്നതായിരിക്കും. ഭദ്ര. ഷീജ, എന്തായാലും ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമത ശല്യം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതായത് സ്ഥാനാർത്ഥികളെ പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ വിമത ശല്യം കൂടി ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മുരളീധരൻ്റെ ഒരു പ്രസ്താവന, അത് ഷീജ കണ്ടിട്ടുണ്ടാകുമല്ലോ. മുരളീധരൻ പറയുന്നത് ഇന്ന് 3 മണിക്കുള്ളിൽ തന്നെ വിമതർ ഇത്തരത്തിൽ പത്രികകൾ പിൻവലിക്കണം, പിൻവലിച്ചില്ല എങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താണ്, തിരിച്ചു വന്നാൽ പോലും സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ
ഒരുപാട് പേര് ഇനി UDF-ൽ നിന്ന് നഷ്ടമാകുമല്ലേ? തീർച്ചയായും ഭദ്ര, അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം നേരത്തെ മുതൽ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികൾ നിലനിൽക്കുന്നു, അവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പലയിടങ്ങളിൽ ആയി നടക്കുന്നുണ്ട്. പക്ഷേ ഈ അനുനയിപ്പിക്കലിൽ വിധേയരാകാത്തവർക്ക് കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുക, അവർക്ക് നൽകിയിട്ടുള്ള ഒരു സമയപരിധി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 3 മണി വരെയുള്ള ഒരു സമയമുണ്ട്. അത് പിൻവലിച്ചില്ല എങ്കിൽ പാർട്ടിയിൽ നിന്ന് നടപടിയടക്കം ഉണ്ടാകും എന്നുള്ളൊരു അത്തരത്തിലുള്ളൊരു ഭീഷണി തന്നെ അവർക്കെതിരെ സ്ഥാനാർത്ഥിത്വം നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളവർക്കെതിരെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്തുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള സമ്മർദ്ദം കൂടുതൽ വിമതന്മാരിലും ഉണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുതന്നെ അതിന് സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് NDAയിലും ഉള്ളത് എന്നുള്ള കാര്യമാണ്. വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ഈ വിമതർ നേരിടുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഭദ്ര, ശരി. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ചിത്രം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വ്യക്തമാകുമെന്നുള്ളതാണ്. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിവസമാണിന്ന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ, അതായത് വിമതരെ എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് പിൻവലിക്കാം എന്നുള്ളത്, നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാനുള്ള ആ ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് UDF-ഉം ഒപ്പം തന്നെ NDAയും ഉള്ളത്. പലയിടത്തും നമുക്കറിയാം UDF-നെ സംബന്ധിച്ചിടത്തോളം വിമത ശല്യം കൊണ്ട് അവർക്ക് നിൽക്കപ്പൊറുതിയില്ലാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഷീജ പറഞ്ഞതുപോലെ തന്നെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയൊക്കെ ഒരു തെളിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവസാനത്തെ ഭീഷണിയാണ് ഇനി പത്രിക പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നുള്ളത്. തിരിച്ചു വന്നാൽ പോലും സ്വീകരിക്കില്ല എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം മുരളീധരൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്, പ്രതികരണം ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെ പിൻവലിക്കും, ആരൊക്കെ ഇനി തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തും എന്നുള്ളതൊക്കെ.